നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 289 പേർ ഇതുവരെ മരിച്ചെന്നാണ് ഔദ്യോഗിക വിവരം. മരിച്ചവരിൽ 100ഓളം പേർ ഇന്ത്യക്കാരെന്നാണ് സൂചന. 288 ഇന്ത്യൻ പൗരന്മാരുടെ വിവരം ലഭ്യമല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇതിൽ മലയാളികളായ 33 പേർ ഇതുവരെ ബന്ധപ്പെടാനായിട്ടില്ല. കൈലാസ് മാനസരോവർ യാത്രക്കായി സഞ്ചരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തിയെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ആകെ 1500-ലധികം പേരെ കാണാതായെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേപ്പാളിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മഴയും ദുർഘടമായ ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനത്തിന് വൻ വെല്ലുവിളിയാണ്. വിവരങ്ങളുമായി ഹരിത ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഹരിത, നടക്കുന്ന വിവരങ്ങളാണ് നേപ്പാളിൽ നിന്നും ഓരോ നിമിഷവും പുറത്തേക്ക് വരുന്നത്. ഏറ്റവും ആശങ്കാജനകമെന്ന് പറയുന്നത് മരണസംഖ്യ 289 ഉയർന്നു എന്നതാണ്. എന്താണ് പുതിയ അപ്ഡേറ്റുകൾ? അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നേപ്പാളിലുണ്ടായ കനത്ത മിന്നൽ പ്രളയത്തിൽ 289 പേർക്ക് ജീവൻ നഷ്ടമായെന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത്. 1500ഓളം പേരെ കാണാനുമില്ല. വിവിധ കെട്ടിടാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മണ്ണിനടിയിലുമായിട്ട് ഇനിയും ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹിമതടാക വിസ്ഫോടനം കാരണമാണ് ഇത്തരത്തിലുള്ളൊരു അപ്രതീക്ഷിതമായിട്ടുള്ള മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. കാലാവസ്ഥ വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മഴ പോലും ഉണ്ടാകാതിരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ഹിമ തടാകത്തിൻ്റെ വിസ്ഫോടനം കാരണം കനത്ത മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിൽ ഇതുവരെ 289 പേർ മരിച്ചതായും 1500ഓളം പേരെ കാണാതായതായിട്ടുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപകടത്തിൽ നിരവധി ഇന്ത്യക്കാരെ കാണാനില്ല എന്ന് അന്താരാഷ്ട്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുകയുണ്ടായി. ഇതിൽ തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ സ്വദേശികളെയാണ് കാണാതായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 33 മലയാളികളെ കാണാനില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ പ്രളയത്തെ സംബന്ധിച്ചിടത്തോളം 40 കിലോമീറ്റർ റോഡാണ് ഒലിച്ചു പോയിരിക്കുന്നത്. നിരവധി ഗ്രാമങ്ങളും മണ്ണിനടിയിലായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ തകരാറുകൾ ഉണ്ടായിട്ടുണ്ട്. 430 KV ലൈനുകളാണ് ഇതിനോടകം തന്നെ നാശനഷ്ടത്തിലായിരിക്കുന്നത്. നിരവധി കോടി കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി പാലങ്ങളും അണക്കെട്ടുകളും തകർന്നതായിട്ടും പറയുന്നുണ്ട്. ഭോട്ടെ, കോശി, തൃശൂലി, നാര എന്നീ നദികളിലെ തീരങ്ങളിലുള്ളവർക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇനി എപ്പോൾ വേണമെങ്കിലും പ്രളയജലം അതിശക്തമായി കുതിച്ചെത്താവുന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി നേപ്പാൾ സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇന്ത്യ സഹായഹസ്തങ്ങളുമായി എത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അടിസ്ഥാന സൗകര്യങ്ങളടക്കം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മരുന്നുകളും അടക്കം ഇന്ത്യ ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ കൂടാതെ തന്നെ അമേരിക്കയും ജർമ്മനിയും സഹായ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഒപ്പമുണ്ടെന്നുള്ളൊരു വാക്കാൽ ഇതും കൂടെ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ളവരും ഇതിനോടനുബന്ധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ദുരന്തബാധിതരെ സഹായിക്കാനായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അരുണ്യ, ഹരിത, ഇതിലിപ്പോൾ ഈ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്തരാഖണ്ഡിൽ രാവിലെ വന്ന റിപ്പോർട്ടുകൾ അവിടെ മണ്ണിടിച്ചിലിൽ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശമുള്ളത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹരിത? അരുണ്യ, നിലവിൽ ബീഹാർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ അതിർത്തി സംസ്ഥാനങ്ങൾക്കും നിലവിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നിരവധി നദികൾ, അതായത് ബ്രഹ്മപുത്ര ഉൾപ്പെടെയുള്ള നദികൾ നേപ്പാളിലെ ഇത്തരത്തിലുള്ള ഹിമപാതയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള തീരപ്രദേശത്തും ഉൾപ്പെടെയുള്ളവർക്കും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രളയ സാധ്യത, ദുരന്ത സാധ്യത ഉണ്ടാവുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ജാഗ്രതാ നിർദ്ദേശം അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഈ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് നൽകുന്നതായിട്ടാണ് പറയുന്നത്. ഇതാണ് ഇതുവരെ മരണസംഖ്യ 289 ഉയർന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഹരിത എച്ചാണ് വിശദാംശങ്ങൾ നൽകിയത്.